ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് പൊല്യൂഷൻ. എയർ പൊല്യൂഷൻ ഭയങ്കര ഫാക്ടറാണ്. എൻ്റെ അഭിപ്രായത്തിൽ ഡയബറ്റീസിനേക്കാളും പ്രഷറിനേക്കാളും ഒക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടറാണ് എയർ പൊല്യൂഷൻ. അതിനൊരു എക്സാമ്പിൾ നമ്മുടെ ഈ കോവിഡ് തുടങ്ങിയ സമയത്ത് എയറിൻ്റെ ക്വാളിറ്റി ഒത്തിരി ഇമ്പ്രൂവ് ചെയ്തു ആദ്യത്തെ കുറച്ച് നാളത്തേക്ക്. ഈ വൈറ്റില ജംഗ്ഷനിലെ എയർ ക്വാളിറ്റി റിപ്പോർട്ടുകളൊക്കെ വന്നിട്ട് കണ്ടിട്ട് ഞെട്ടിപ്പോയിട്ടുണ്ട്. കുറേ ദിവസം വണ്ടികളില്ലാതിരുന്ന സമയത്ത് വണ്ടികളില്ലാത്തപ്പോൾ എയർ ക്വാളിറ്റി വാസ് വെരി ഗുഡ്. അപ്പോൾ ഒരു കാര്യം ഞങ്ങൾ ശ്രദ്ധിച്ചെന്ന് വെച്ചാൽ ഹാർട്ട് അറ്റാക്കിൻ്റെ നമ്പേഴ്സ് 50% കൂടുതൽ താണു. അപ്പോൾ ഇൻഫാക്ട് ഒരു റിപ്പോർട്ട് വാട്ട് ഹാപ്പൻ ടു വെയർ ആർ ദ ഹാർട്ട് അറ്റാക്സ് ഗോൺ. അപ്പോൾ ആദ്യം എല്ലാവരും വിചാരിച്ച എന്താണെന്നറിയോ, ഈ കോവിഡ് വൈറസ് പ്രൊട്ടക്ട്സ് ദ ഹാർട്ട് അറ്റാക്ക് എന്ന് വിചാരിച്ച്. കോവിഡ് വൈറസ് കാരണമാണ് ഈ ഹാർട്ട് അറ്റാക്ക് കുറഞ്ഞത്. അപ്പോൾ കോവിഡ് വൈറസിന് ഇങ്ങനെ ഒരു നല്ല ഗുണമുണ്ടോ എന്ന് വരെ ആൾക്കാരെ സംശയിച്ചു പോയി. 50% ഹാർട്ട് അറ്റാക്സ് നമ്പേഴ്സ് ഡിക്രീസ് ഒരു ആദ്യത്തെ ഒരു 3-4 മാസത്തേക്ക്. പക്ഷെ അത് അന്നേരം മുഴുവൻ ഇതായിരുന്നു. എല്ലാ ദിവസവും ഈ ഹർത്താൽ പോലെ ആയിരുന്നു. റോഡിലൊരു വണ്ടിയില്ല, എല്ലാവരും വീട്ടിൽ ഇരുന്ന് വർക്ക് ചെയ്യുന്നു. പുറത്ത് എയർ ക്വാളിറ്റി വാസ് ക്ലീൻ. അത് പത്രത്തിൽ ഞങ്ങൾ വായിച്ചിട്ടുണ്ട്. ജലന്ധർ സിറ്റിയിൽ നിന്ന് ആദ്യമായിട്ടാണ് ഹിമാലയൻ മൗണ്ടൻ്റെ 200 കിലോമീറ്റർ അക്കലുള്ള മല കാണാൻ പറ്റുമായിരുന്നു ബിക്കോസ് ഓഫ് ക്ലീൻ എയർ. നമുക്കിവിടെ ഞാൻ വർക്ക് ചെയ്തിരുന്ന ക്ലബ് എഫ് എമ്മിലാണ്. അപ്പോൾ നമ്മുടെ മിനി മുത്തു ടവറിലാണ്. അപ്പോൾ അത് 15th ഫ്ലോറിലാണ്. നമുക്ക് അവിടെ നിന്ന് ഈ വെസ്റ്റേൺ ഗട്ട്സിൻ്റെ ഭാഗം കാണായിരുന്നു. അതങ്ങനെ ക്ലാരിറ്റിയിൽ കാണാൻ പറ്റില്ല. അതൊരു ഈവനിങ് ആ ഒരു സൺസെറ്റിൻ്റെ ആ ഒരു ടൈമിൽ വളരെ ലൈറ്റായിട്ട് കാണുള്ളായിരുന്നു. പക്ഷേ ഇത് ആ കോവിഡിൻ്റെ സമയത്ത് ഏതാണ്ട് ഉച്ച കഴിയുമ്പോൾ തൊട്ട് നമുക്കത് അങ്ങ് ദൂരെ കാണാൻ പറ്റുമായിരുന്നു ഭംഗിയായിട്ട്. ഭയങ്കര ക്ലിയർ ആയിരുന്നു. അപ്പോൾ എയർ പൊല്യൂഷൻ കുറവായിരുന്നു ആ സമയത്ത്. അപ്പോൾ ആക്ച്വലി ആൾക്കാരെല്ലാം തെറ്റിദ്ധരിച്ച കോവിഡ് ഇസ് ആക്ച്വലി ഗുഡ് ഫോർ ഇറ്റ് പ്രിവെൻറ്റ് ഹാർട്ട് അറ്റാക്ക് എന്നായിരുന്നു അന്ന് തെറ്റിദ്ധരിച്ചു ശരിക്കും. പിന്നെ എന്ത് പറ്റി, അതെല്ലാം കഴിഞ്ഞ ഒരു ഓഗസ്റ്റ് സെപ്റ്റംബർ ആയപ്പോഴത്തേക്ക് ഇതെല്ലാം റിലീസ് ചെയ്തു. അപ്പോഴത്തേക്കും ആൾക്കാരെല്ലാം പുറത്തിറങ്ങി തുടങ്ങി. ദെൻ അഗെയിൻ ഇറ്റ് ജസ്റ്റ് വെൻ്റ് അപ്പ്. പിന്നെയാണ് മനസ്സിലായത് കോവിഡ് ആക്ച്വലി വൈറസ് കോസസ് മോർ ഹാർട്ട് പ്രോബ്ലംസ് എന്നുള്ളത്. അപ്പോൾ ആക്ച്വലി പിന്നെ റീട്രോസ്പെക്റ്റീവായിട്ടാണ് നമ്മളിത് പഠിക്കുന്നത്. സംഗതി അനലൈസ് ചെയ്തപ്പോൾ അന്നത്തെ ഫേവറബിൾ ഇഫക്റ്റ് എയർ ക്വാളിറ്റി നല്ലതായിരുന്നു എന്നുള്ളത് മനസ്സിലായി. ഓക്സിജൻ വാസ് ഗുഡ്. അതായിരുന്നു റീസൺ ഉള്ളത്. ഇപ്പോൾ 20% ഓഫ് ടോട്ടൽ ഡെത്ത് ഇൻ ദ വേൾഡ് ഈസ് ഹാപ്പനിങ് ഡ്യൂ ടു എയർ പൊല്യൂഷൻ. ഇപ്പോൾ ഒരു ഹാർട്ട് പേഷ്യൻസ് എടുത്താൽ അതിനകത്തൊരു 45% ഓഫ് ഹാർട്ട് പേഷ്യൻസ്, 45% ഹാർട്ട് പേഷ്യൻസ് ഒരു മേജർ ഹൈവേ അല്ലെങ്കിൽ ഒരു മേജർ റോഡിൻ്റെ 100 മീറ്റേഴ്സിനകത്താണ് ജീവിക്കുന്നത്. ഒരു മേജർ റോഡിൻ്റെ 100 മീറ്റേഴ്സിനകത്താണ് ജീവിക്കുന്നത്. അത് അപ്പോൾ എയർ ക്വാളിറ്റി. അതുപോലെ തന്നെ വേറൊരു നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന വേറൊരു റീസണാണ് ഇൻഡോർ എയർ പൊല്യൂഷൻ. എന്ന് വെച്ചാൽ വീട്ടിനകത്ത് ഈ കുക്കിംഗ് വന്നു കഴിഞ്ഞിട്ട് പല സമയത്തും എയർ സർക്കുലേഷൻ ഈ കിച്ചണകത്ത് കാര്യമായിട്ടില്ലെങ്കിൽ അവിടെ ഉണ്ടാകുന്ന കാർബൺ ഡയോക്സൈഡ് എല്ലാം അവിടെ തന്നെ കെട്ടി നിൽക്കും. ഇപ്പോൾ വീട്ടിൽ കിച്ചണിൽ വർക്ക് ചെയ്യുന്ന കുക്ക് ചെയ്യുന്ന ലേഡീസിന് അവർ ഇതേ എയർ തന്നെ റീബ്രീത്ത് ചെയ്തുകൊണ്ടിരിക്കും ഈ കാർബൺ ഡയോക്സൈഡ് കണ്ടിന്യൂസ്. പ്രത്യേകിച്ച് അവിടെ എക്സോസ്റ്റ് ഇല്ലെങ്കിലോ അല്ലെങ്കിൽ ജനൽ പ്രോപ്പറായിട്ട് ഇല്ലെന്നുണ്ടെങ്കിൽ ഇതുണ്ടാവും. അതൊരു മേജർ ഫാക്ടറാണ്. അപ്പോൾ ഈ വീട്ടിൽ പിന്നെ 42 അല്ലെങ്കിൽ 42-45 വയസ്സുള്ള ലേഡി കംസ് വിത്ത് എ ഹാർട്ട് അറ്റാക്ക്. അപ്പോൾ വീട്ടിലുള്ള ആൾക്കാരെല്ലാം ഭയങ്കര സർപ്രൈസ്ഡാണ്. ഇത് എന്താ സംഭവിച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ അവർക്ക് പിടിയിട്ടുള്ളത് എന്താ ഡോക്ടറെ ഇങ്ങനെ സംഭവിക്കണമെന്ന് ചോദിക്കും. ഇങ്ങനെയുള്ള നമ്മൾ ചോദിച്ച് ചെല്ലുമ്പോൾ മനസ്സിലാവും ഇങ്ങനത്തെ ഉള്ള ചെറിയ റീസൺസ് ഉണ്ട്. അപ്പോൾ ആക്ച്വലി കുക്ക് ചെയ്യുന്ന സമയത്ത് വീട്ടിലെ എക്സോസ്റ്റും ഇഫ് പോസിബിൾ വിൻഡോസും ഡോർസും ഒക്കെ എല്ലാം ഓപ്പൺ ആയിരിക്കണം. എയർ സർക്കുലേഷൻ ഭയങ്കരമായിട്ട്. കാരണം ഇൻഡോർ എയർ പൊല്യൂഷൻ ഭയങ്കര ഫാക്ടറാണ്. ഇതൊരു ശരിക്കും പറഞ്ഞാൽ ഒരു സിഗരറ്റ് വലിക്കണേ ഇക്വലൻ്റാണ്. കാരണം അത് ആ എയർ അവിടെ തന്നെ തങ്ങി നിൽക്കുക. ആ എയർ പിന്നെയും ബ്രീത്ത് ചെയ്തുകൊണ്ടിരിക്കും, വിട്ടുമാറാത്ത ചുമ. അപ്പോൾ അങ്ങനത്തെയുള്ള ഐഡൻറ്റിഫൈ നോട്ടീസ് ചെയ്യാത്ത ഫാക്ടേഴ്സ് ഉണ്ട്. പിന്നെ സ്ട്രെസ്, അൺഐഡൻറ്റിഫൈഡ് സ്ട്രെസ് ഉണ്ട്. നമുക്ക് ചിലർ എന്ത് കണ്ടാലും കുലുങ്ങില്ലാത്ത ചില ആൾക്കാരുണ്ട്. ചില ആൾക്കാർ ചെറിയൊരു കാരണം കേട്ട് കഴിഞ്ഞാലും റോഡിൽ കൂടെ പോകുന്ന ടെൻഷൻ്റെ അടുത്ത് തല കയറ്റി വയ്ക്കുന്നവരുണ്ട്. അപ്പോൾ ഈ സ്ട്രെസ് ഒരു വലിയ ഫാക്ടറാണ്. പ്രത്യേകിച്ച് മൾട്ടിപ്പിൾ സ്ട്രെസ് ഒന്നിച്ച് വരുമ്പോഴാണ് ആൾക്കാർ ഈ കൊളാപ്സ് ചെയ്യുന്നത്. ഇപ്പോൾ ജോലി സ്ഥലത്തൊരു സ്ട്രെസ്സ്, വീട്ടിലൊരു സ്ട്രെസ്സ്, പഠിക്കുന്ന ഫൈനാൻഷ്യൽ സ്ട്രെസ് അത് വേറെ. ഒരെണ്ണം ഒരാൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും, 2 കഷ്ടി. പക്ഷേ 3ാമത് 4ാമത് വരുമ്പോഴത്തേക്കും ആൾക്കാർ ബ്രേക്ക് ഡൗൺ ആവും. അന്നേരം എന്ത് വെച്ചാൽ നമ്മൾ തന്നെത്താനെ നമ്മളെ കെയർ ചെയ്യണ്ടാവും. നമ്മൾ ഇഷ്ടമുള്ള എന്താ കഴിക്കണമെന്നോ അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങളെക്കുറിച്ച് ഒന്ന് ശ്രദ്ധിക്കുക. ബ്ലഡ് പ്രഷർ കൂടും, നമ്മൾ മെഡിക്കേഷൻസ് എടുക്കില്ല കറക്റ്റായിട്ട്, അങ്ങനത്തെ ഉള്ള സിറ്റുവേഷൻസ് വരും. അപ്പോൾ ഇങ്ങനെയുള്ള ഐഡൻറ്റിഫൈ ചെയ്യാത്ത കുറേ ഫാക്ടേഴ്സ് ഉണ്ട് ശരിക്കും.